ഒരു പൂ വിരിയിച്ചാലോ? ദാ ഇങ്ങനെ. അടുത്തുള്ളൊരു ക്രാഫ്റ്റ് ഷോപ്പിൽ പോയപ്പോഴാണ് അത്യാവശ്യം പേസ്റ്റൽ കളേഴ്സൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ കളർ പേപ്പറിൻ്റെ സെറ്റ് കിട്ടിയത്. വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോഴാ ദേടായിരിക്കുന്നു സൺഫ്ലവറിൻ്റെ കളറുള്ള പേപ്പർ. പിന്നെ ഒന്നും നോക്കിയില്ല, ഉണ്ടാക്കാൻ തുടങ്ങി. ആ ഒരു പേപ്പർ എടുക്കുക, അതിനെ രണ്ടായിട്ട് മടക്കുക, കട്ട് ചെയ്യുക. പിന്നെ ദാ ഇതുപോലെ മടക്കാൻ വേണ്ടിയിട്ട് ആർക്കും പറഞ്ഞു തരണ്ടല്ലോ അല്ലേ. ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ വിശറിയൊന്നും ഉണ്ടാക്കാത്ത ആരും കാണില്ല. അതുപോലെ തന്നെ ഒന്ന് മടക്കി സെറ്റാക്കി എടുക്കുക. അതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് ഒരു റബ്ബർ ബാൻഡോ ഒരു ത്രെഡോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ദാ ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല, നിങ്ങൾ നോക്കി ചെയ്താൽ മതി. പിന്നെ ഇത് സൺഫ്ലവർ ആയിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവറാക്കി ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇതളുകൾ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ സൺഫ്ലവർ എന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ആ ഫ്ലവറിൻ്റെ ഒരു കളറുള്ള പേപ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പേപ്പർ വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവറും ചെയ്യാം. അതിൻ്റെ ഇതളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും തിരിച്ചൊന്ന് കട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവറാക്കി ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലൊരു ലീഫ് കട്ട് ചെയ്ത് ഇതിലൊന്ന് ഗം തേച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ പകുതി പണി കഴിഞ്ഞു. ഇനിയുള്ളത് ഈ സ്റ്റെമ്മിനെ ഒന്ന് എടുക്കുക, ഫ്ലവറിൽ ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് സ്റ്റെമ്മും വച്ചതിന് ശേഷം ഒരു ബ്രൗൺ കളർ പേപ്പർ എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കണ്ണും മൂക്കൊക്കെ ഒന്ന് വരച്ച് ഒട്ടിച്ചെടുത്താൽ ഭംഗിയായിരിക്കും. അപ്പോൾ എങ്ങനെയാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ സൺഫ്ലവർ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ബൈ.